ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് അത്താണ് കേട്ടോ ചങ്ങായിമാരെ. കലണ്ടറിൽ ഇന്നലെയും അത്തം ഉണ്ടായിരുന്നു, ഇന്നും അത്തം ഉണ്ട്. അപ്പോൾ ഇന്നാണ് ശരിക്കും പൂവിടേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മളിന്ന് പൂവിടാൻ വേണ്ടി നോക്കുന്നു. നമ്മളെ നാട്ടിലെ കണ്ണൂരിലെ ഓണത്തിന് അത്തം പത്തോണം എന്നല്ല പറയാം. അപ്പം ഇന്ന് പൂവിടാൻ വേണ്ടി നോക്കുമെന്ന്. നമ്മളെ നാട്ടിലെ പൂവിടുന്നത്, പക്ഷെ പൂവൊന്നും ഇല്ല കേട്ടാ. പണ്ട് നമ്മൾ ഈ എടുത്ത താഴെപ്പറമ്പത്തുനിന്ന് വട്ടോപ്പിരിയം, പേകോട, തുമ്പ, വേറെ എന്തെങ്കിലും പറിച്ചോണ്ടിട്ട് മുള്ളുംപൂ എല്ലാം ഉണ്ടാവില്ലേ. ഇപ്രാവശ്യം ഒന്നുമില്ല, പേടിയില്ല. നമ്മളെ ഇവിടെയെല്ലാം പേകോടെല്ലാം ഉണ്ടായില്ലായിരുന്നു, പറമ്പത്തല്ല. എല്ലാം വൃത്തിയാക്കി കൊണ്ട് ഒന്നുമില്ല. ഉള്ള അമ്മ എന്തെല്ലോ പൂ രാവിലെ പറിച്ചോണ്ട് വെച്ചിട്ടുണ്ട്. എന്തെല്ലോ ഒന്നുമില്ല. പിന്നെ നമുക്ക് പൂടാം, ചങ്ങന്മാരെ പൂടാലോ. അങ്ങനെ ഇതാണ് കിട്ടിയ പൂ കേട്ടാ. പൂവിനെക്കാട്ടും കൂടുതൽ ഇലയാന്നുള്ളേ, വേറെ രക്ഷയില്ല. എന്തെങ്കിലും ഇടണ്ടേ. ഒന്നുമില്ലായിട്ട് നമ്മളെ ഇതെല്ലാം പറിച്ചോണ്ടിരുന്നുണ്ട് അമ്മ. മറ്റേ തൊപ്പൻ ഉണ്ടാവലുണ്ട്, എല്ലാം വളമിട്ട് കൊടുക്കണം. ഇങ്ങനെ വളമൊന്നും ഇടണ്ട, വളം ഇടാണ്ട് എല്ലാത്തിനും വളം ഇടണം. വളമിട്ടാൽ നല്ലോണം പൂവിരി. ഇതെല്ലാം നീ മുറിച്ച് കളഞ്ഞിട്ടാ. അത്ര ഇതെന്തേനും കിണ്ടിപ്പൂവാ, കാക്കപ്പൂ. ആ, എന്നാ ഇതിന് പറയാ. നടുക്കിത് വെക്കല്ലേ. പണ്ടെല്ലാം ഇങ്ങനെ പൂവിടുന്ന കേട്ടാ. ഇങ്ങനെ പൂവിടാൻ വേണ്ടേ പൂ. നീ വരുമ്പോ അടിയെങ്കിൽ മൊസാണ്ടി ഉണ്ടെങ്കിൽ ഇങ്ങ് പറിച്ചോ. അടിയിട്ടെ മൊസാണ്ട പറിച്ചോണ്ട് ഓണത്തിന് ഓണപ്പൂ. എല്ലാം അടിഞ്ഞു പോയി മഴയായിട്ട്. പൂ മേടിക്കേണ്ടി വരുന്ന തോന്നുന്നല്ലേ. ഞാൻ താഴെപ്പറമ്പത്ത് മൊത്തം പോയി പരതി നോക്കി, ഒറ്റ വട്ടോപ്പിരിയൊന്നുമില്ല. അപ്പത്തെ ഭാഗത്തും ഇല്ല. പേകോട്ടിലും പണ്ട് വീട് നമ്മളെ പറമ്പത്തന്നെ ഉണ്ടാകുന്നില്ലല്ലേ. ഒന്നുമില്ല ഇപ്രാവശ്യം. മഴ പെയ്തിട്ടാണ് അങ്ങനത്തേത്. കടലാസ് പുഷ്പം ഇടുവാ. അവിടെ തിരിഞ്ഞു പോയത് ഒന്നുമില്ലപ്പാ ഇടാൻ. പൂവെല്ലാം തീർന്ന് നമ്മള് ഇലയിലേക്ക് കയറിയിട്ടില്ല കേട്ടോ. എങ്ങനെ പറയാം, തുളസി ഇല. വേറെ വഴി നോക്കിയേ. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഓണം ഒലിക്കുകയും ചെയ്യും കേട്ടാ. തുളസി കരിനുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി ഇന്നും ചേർത്താം ഞാൻ. പാട്ടല്ലോ പോരാ. കണ്ടീഷൻ പോകും ഇല്ലാതെ ഇനിയിപ്പം നയ്യ. ഇത് നമ്മളെ ചെക്കി
ചെമ്പരത്തിപ്പൂ തലയിൽ വെക്കാൻ മാത്രല്ല കേട്ടോ, പൂ ഇടാനും എടുക്ക. തലയിലെല്ലാം വെക്കുക. ചെവിക്ക്. ഇപ്പുറത്തെ ചെമ്പരത്തിയും കൊത്തിട്ടാണല്ലേ? നീ എന്നല്ലേ എല്ലാം കൊത്തീനി. പൂടണ അന്നേരം ഞാൻ പറഞ്ഞിനി. അന്നേരം അപ്പോഴത്തേക്ക് പൂ വിരിയല്ല. എത്രപാട് ചെമ്പരത്തിയെല്ലാം ഉണ്ടേനു, എല്ലാം കൊത്തി മുറിച്ച് എന്നാ പറയണ്ടേ. ഞാൻ പ്രൂൺ ചെയ്ത അതിപ്പോ നല്ല പ്രൂണായി. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഓണം ഒലിക്കുമെന്ന് കണ്ടറിയാം. രാവിലെ ഏതാ മഴ അല്ലേ? നല്ല കിടിലം മഴ പെയ്തേ, 1.5 മഴ. ഞാൻ വെച്ച് ഫാനിന്റെ വെച്ചാ, ഞാൻ ഫാൻ ഓഫാക്കി നോക്കി, നോക്കുമ്പോ എന്നാ നല്ല മഴ, അതിശക്തമായ മഴ. ഇന്നത്തെ പൂ ഇട്ട് കഴിഞ്ഞു. ഉള്ളതിനെ കൊണ്ട് ഓണം പോലെയാക്കിയിട്ട് പൂട്ട് കഴിച്ച്. അങ്ങനെ ചങ്ങായി ഉള്ള പൂ ഇട്ട് അട അവസാനിപ്പിച്ച്. ചങ്ങായിമാരെ വേറൊരു കാര്യം പറയാനുണ്ട്. ഇന്നത്തെ പൂടലിന്റെ ഒരു സാരാംശം എന്ന് അറിയാം, നമ്മളടുത്ത് ഒന്നും ഇല്ല വിചാരിച്ചിട്ട് നമ്മളൊന്നും ചെയ്യാണ്ടിരിക്കരുത്. മറ്റവരെ വലിപ്പം നോക്കിയിട്ട് നമ്മൾ ചെറുതാണെന്ന് നമ്മൾ സ്വയം ദുഃഖിക്കാണ്ട് നമ്മളടുത്ത് ഉള്ളതുകൊണ്ട് ഓണം പോലെ ആക്കുക. അതായത് നമ്മളടുത്ത് ഉള്ളത് കൊണ്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ജീവിക്കുക. അതാണ് ഇന്നത്തെ സാരാംശം കേട്ടാ. പിന്നെ നമ്മൾ പൂവിലിട്ട കണ്ടില്ലേ, ഇത്രയും നല്ല കുറച്ചധികം പൂ ഇടലുണ്ട്, ഇല്ല പൂവില്ല, അതാണ് അവസ്ഥ. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഇതേപോലെ തന്നെയാണ് പ്രകൃതിൻ്റെ അവസ്ഥ. പ്രകൃതിയെ നമ്മൾ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ ഈ പൂവില്ലാത്ത പോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ പ്രകൃതിയും ഇല്ലാണ്ടായി പോവും. നമ്മൾ വയനാട്ടിലെല്ലാം കാണുന്നില്ല, അതേപോലെ നമ്മൾ സംരക്ഷിക്കണം പ്രകൃതിനെ. വേറെ എന്താ പറയാനില്ല നമുക്ക്. അപ്പൊ വേറെ അത്തം തുടങ്ങി, അത്തത്തിന് പൂട്ട്, ഇനി 10 ദിവസം പൂടണം, ഓണം ആഘോഷിക്കണം. ഓണമെല്ലാം അങ്ങനെ തന്നെ ആഘോഷം, വലിയ ആഘോഷമൊന്നുമില്ല, നമ്മളെ ചെറിയ പൂ ഏതായാലും ഇടണ്ടേ വെച്ചിട്ട് അങ്ങനെ ഇടുന്ന, പൂ മുടക്കാണ്ട് ഇടുക, അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ പറയാം, എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും പൂ കാണിക്കുന്നു. ബൈ.